ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നമ്മൾ കാര്യമില്ലാതെ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കാര്യത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുവാൻ ദൈവമുമ്പാകെ ഇരിക്കുന്നത്. നിശ്ചയമായിട്ടും വലിയ ദൈവകൃപ നമ്മൾക്ക് പങ്കിടുവാനായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോടെ സംസാരിക്കുന്ന വചനഭാഗങ്ങൾ ദൈവം എനിക്ക് നൽകിയത് ഞാൻ നിങ്ങളുമായി ഒരു 15 മിനിറ്റ് നിങ്ങളുമായി ദൈവത്തിന്റെ വചനം അത് എന്നോട് സംസാരിച്ച ആ വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 6 വാക്യമാണ്. അതിനകത്ത് ഒരു ഭാഗം എല്ലാം വിശദീകരിക്കാൻ സമയം നമ്മുടെ മുൻപിൽ ഇല്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആ ചെറിയ ദൂത് നിർത്താൻ ആഗ്രഹിക്കുന്നു. വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും എന്ന് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ആ ആദ്യത്തെ ഭാഗമൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം വെളിപ്പാടുകളുടെ പുസ്തകമാണ്, വെളിപ്പെടുത്തലുകളുടെ പുസ്തകമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് അവിടെ കൊടുത്ത ഒറ്റ പദമാണ്, ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അവിടെ അതിനകത്ത് ഒരു പദമാണ് നീരുറവയിൽ നിന്ന് കൊടുക്കും, അല്ലെങ്കിൽ നീരുറവ കൊടുക്കും. അതാർക്കാണ് കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത്? ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി അവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചു വിടുകയാണ്. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് അവൻ അൽഫയാണ്, ഒമേഗ. ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്സ് ആയിരിക്കുന്ന ആൽഫായും അതിന്റെ ഒടുവിലത്തെ അക്ഷരമായിരിക്കുന്ന ഒമേഗയും. എന്തുകൊണ്ടാണ് ആൽഫയെന്നും ഒമേഗയെന്നും ഈ യോഹന്നാൻ പറഞ്ഞത്? ഈ യോഹന്നാന് ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ സുവിശേഷവും ഈ ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയത് ഒന്നുകൂടെ പറഞ്ഞാൽ അത് അരാമ്യ ഭാഷയിലാണ് എങ്കിലും അന്നത്തെ ഏറ്റവും പ്രബുദ്ധമായ ഭാഷ ഗ്രീക്കാണ്. എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വായിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതുപോലെ അന്ന് ഏറ്റവും പ്രബുദ്ധമായ എല്ലാ സ്കോളേഴ്സും ഉപയോഗിക്കുന്ന ഭാഷ ഗ്രീക്കായിരുന്നു. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ എഴുത്തുകളും നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷവും മറ്റിതര സുവിശേഷങ്ങളും തമ്മിലുള്ള വ്യത്യാസം. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുന്നത് മറിയയുടെ ഉദരത്തിലെ കന്യകാജനനം എന്നതിലൂടെയല്ല. യോഹന്നാൻ യേശുവിന്റെ ജനനത്തെ തുടങ്ങുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദി എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റി പാസ്റ്റ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മനുഷ്യനായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ അവിടെ യോഹന്നാൻ തുടങ്ങുന്നത്, യോഹന്നാന്റെ എഴുത്തുകളുടെ പ്രത്യേകത യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം ഇടപെടുന്ന കാര്യാദികളാണ് ഇവിടുത്തെ മുഖ്യമായ കാര്യം. ഇവിടെ കൊടുത്ത പദത്തില് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിന്റെ 20 അധ്യായങ്ങൾ വരെ ഞാൻ നാട്ടിലുള്ള വണ്ടൂര് സഭയില്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു സഭയാണ്, വർഷങ്ങളായി ഒരു 4 വർഷമായെന്ന എന്റെ ഓർമ്മ. അവിടെ റെഗുലറായിട്ട് വെള്ളിയാഴ്ച രാവിലെ, ഇവിടുത്തെ വെള്ളിയാഴ്ച രാവിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സംഭവം. ഇന്ന് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞു. മമ്പാട് കോളേജിലെ ഒരു പ്രൊഫസർ, മുരുകൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം ഡയബറ്റിക് ആണ്. അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു കളയാനായിട്ട് വിരലുകളൊക്കെ പഴുത്തു. ചില ഭാഗങ്ങൾ കട്ട് ചെയ്തു. അവിടുന്ന് ബാക്കി മേലോട്ട് കയറുന്ന സമയത്താണ് നമ്മുടെ ഈ ക്ലാസ്സിന് അദ്ദേഹം വന്ന് സംബന്ധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ ക്ലാസ് ലീഡ് ചെയ്യുന്ന ബ്രദർ ജോയി വർഗീസ് എന്ന് പറയും. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഒരുമിച്ച് ആ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, എന്നെ പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിന്റെ നിയോഗത്തോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ പഴുപ്പ് അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ കാല്
എക്സ്ട്രാ ആയിട്ടെന്ന് പറഞ്ഞാൽ വിരലുകൾ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് റെഡിയാക്കി ആ പഴുപ്പ് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം ജോലിക്ക് കാർ ഓടിച്ച് കോളേജിലെ മമ്പാട് MES കോളേജിൽ പഠിപ്പിക്കാൻ പോവുക. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു വാക്ക് നന്ദിയും സാക്ഷ്യവും പറയണമെന്ന് പറഞ്ഞ് ഇന്ന് വരുവാനിടയായി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, മുമ്പേ ജോസ്റ്റാനാണോ അമ്മാമയാണോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് യാചിച്ചാലും ഈ മലയോട് കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ ആ കടുകുമണിയോളമുള്ള വിശ്വാസം മതി ദൈവം പ്രവർത്തിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സർവശക്തി, ദൈവത്തിന്റെ സർവ്വവ്യാപത്വമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആ വാക്യത്തിലെ പ്രധാന ചിന്ത ഒന്ന് പങ്കുവെച്ചോട്ടെ. അവിടെ കൊടുക്കുന്ന ഇതാണ്. എന്താ പറയുന്നത്? 6-ാം വാക്യത്തില് എന്താണ്? ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ഉണ്ടോ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആൻഡ് എൻഡ്. ഏത് കാര്യത്തിന്റെയും തുടക്കം, എല്ലാറ്റിന്റെ ആരംഭം. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ഉളവായതെല്ലാം അവനെയാണ്, അവനിലൂടെയാണ് ഉളവായത്. ഇവിടെ 11-ാം അധ്യായത്തില് യോഹന്നാനോട് വിളിച്ചു പറയുന്ന അതേ പദപ്രയോഗം തന്നെയാണ് ഇവിടെ 21-ാം അധ്യായത്തിലും പറയുകയാണ്. എന്താണ് പറയുന്നത്? ജീവന്റെയും മരണത്തിന്റെയും അധികാരം എന്റെ പക്കല. ഒരു കാലത്ത് സാത്താൻ, പിശാച് അത് തട്ടിപ്പറിച്ചെടുത്തു ജീവന്റെ മേലുള്ള അധികാരം. കാരണം പാപം ചെയ്തതോടെ മരണത്തിന് ആളുകളെ അധീനരാക്കി മാറ്റി. പാപത്തിന്റെ ശമ്പളമായി മരണത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്, യോഹന്നാന് ദൈവമായ കർത്താവ് പറയുകയാണ്, പിശാചല്ല, അല്ലെങ്കിൽ ലൂസിഫർ അല്ല, ഈ ലോകത്തിലെ അധികാരവർഗമല്ല, ഡൊമിഷൻ അല്ല, റോമൻ എംപറേഴ്സ് അല്ല, പിന്നെയോ ആരംഭവും അവസാനവുമായവൻ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, എല്ലാത്തിന്റെ ആരംഭം. അവിടുന്ന് പറയാത്തതൊന്നുമില്ല. അപ്പൊ അവരോട് പറയാണ് ആദിയും അന്തവും. നമ്മൾ പറയല്ലേ, ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും ദൈവമാണ് നമ്മെ വിളിച്ചതെന്നും ഒരു ഉറപ്പ് ഈ ഉപവാസ പ്രാർത്ഥനയില് ഈ ആരംഭ ദിവസത്തിലെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് തുറക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്നാണ് ഇവിടെ. അതിനെന്ത് വേണം? അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് ദാഹിക്കുന്നവൻ. അവിടെ കൊടുക്കുകയാണെങ്കിൽ ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജീവനീരുറവയിൽ നിന്ന് എന്ത് ചെയ്യും? സൗജന്യമായി കൊടുക്കും. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കിട്ടുന്നവരൊന്ന് വായിക്കാമോ? യെശയ്യാവ് 55:1. യെശയ്യാപ്രവചനം 55-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. എന്താ അവിടെ പ്രവാചകൻ പറയുന്നതെന്നറിയാമോ? അത് കോട്ട് ചെയ്തിട്ട് ഇവിടെ പറയുകയാണ്. എന്താണ് അവിടെ കൊടുക്കുന്ന വാക്യം? ഇതാണ്. ശ്രദ്ധിക്കണേ, അവിടെ കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? അല്ലയോ ദാഹിക്കുന്ന ഏവരും. എന്നിട്ട് പറയുകയാണ്, ദാഹിക്കുന്ന നിങ്ങൾക്ക് ദ്രവ്യം, പണമില്ലായിരിക്കാം, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. അപ്പൊ ഇവിടെ ഈ നീരുറവ ദൈവത്തിന്റെ ജീവനാണ്, നിത്യജീവനാണ്. അനേക വചനഭാഗങ്ങൾ അതിനോട് ചേർന്ന് പറയാനുണ്ട്. എന്നാൽ 2 ഈവന്റുകളൊന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുക. ഇന്ന് വൈകിട്ട് കർത്താവ് ചോദിച്ചാല് അതില് സെക്കൻഡ് പാർട്ടോടെ ഞാൻ പങ്കുവയ്ക്കും എന്നാണ് ആശിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തില് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ട ആ സഹോദരി നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഗാറിന്റെ മകൻ ഇസ്മായിൽ. അവനുമായിട്ട് പോകുമ്പോൾ പൈതൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൊച്ചു കുഞ്ഞാന്നല്ല. അവൻ നല്ല പ്രായം ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നാ പറയുന്നത് ഒരു 17 18 അല്ല, 21 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ആ ഏത് മനുഷ്യനായാലും ഏത് യൗവനക്കാരനാണെങ്കിലും വെള്ളമില്ല, ആഹാരമില്ല, തീർന്നാൽ മരിക്കും. ഞാൻ സംശയമില്ല, മരുഭൂമിയാണ്, ദാഹത്തിന് വെള്ളമില്ല. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്.
21:19 വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്താണ്? ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാരേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ദൈവം നീരുറവ തുറക്കുന്നത്, ദൈവം നീരുറവ കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ദൈവത്തോട് കരയുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി. വേറെ ഒരു സ്ഥലത്തുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണെന്ന് എന്റെ ഓർമ്മ, 15-ാം അധ്യായത്തില് ശിംശോന് ഒരിക്കല് ഇങ്ങനെ നിലവിളിച്ചു. അങ്ങനെ നിലവിളിച്ചപ്പോൾ ശിംശോന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഒരു നീരുറവയെ തുറന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാം. 15-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മിയുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കണേ, അപ്പോൾ ദൈവം ലേഖിയിലെ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അപ്പൊ ഇവിടെ ഈ 2 ഈവന്റ്, ഇനി 3-മതൊരു ഈവന്റ് ഉണ്ട്, പിന്നീട് ഞാൻ പറയാം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും കൂടെ ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദാഹിക്കുന്നവന് മാത്രമേ വെള്ളത്തിന്റെ ആവശ്യം മനസ്സിലാകുകയുള്ളൂ. ദാഹിക്കാത്തവർക്ക് അതിന്റെ യാതൊരു ഇതും വരത്തില്ല. ദാഹം വേണം. ഇത് ആത്മീയ ദാഹത്തെയും ഭൗതിക ദാഹത്തെയും, ആഗ്രഹം, ഡിസയർ, നമ്മുടെ ഉള്ളിലെ താല്പര്യങ്ങളെയൊക്കെ ദൈവമാണ് കാണുന്നത് എന്നൊരു ചിന്ത. ആ ദൈവം കണ്ടാൽ, ആ ദൈവത്തോട് നിലവിളിച്ചാൽ, ആ ദൈവത്തോട് യാചിച്ചാൽ, ആ ദൈവത്തോട് കരഞ്ഞാൽ, ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് കുഴി പിളരുമാറാക്കി നീരുറവ നമ്മുടെ അടുക്കൽ കിടന്നത്, കാണാതെ വണ്ണം കണ്ണു മറഞ്ഞിരുന്നത് കണ്ണു തുറക്കുന്ന ഒരു ദൈവമാണ്. വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട്? നീരുറവയെ തുറക്കാൻ കഴിയുന്ന സൃഷ്ടാവായ ദൈവം, ആൽഫയും ഒമേഗയുമായ, ആദിയും അന്തവുമായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ ഇത് നടക്കത്തുള്ളൂ. ജീവനില്ലാത്തവയോട് എത്ര കരഞ്ഞാലും നടക്കത്തില്ല. നമുക്കറിയാം, ഏലിയാവ് കർമ്മേലിൽ യാഗം നടത്തുമ്പോൾ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാര് അവിടെ നിന്ന് അവരുടെ ശരീരത്തെ വരെ കുത്തിമുറിവേൽപ്പിച്ച് അവരെന്ത് ചെയ്തു? അവരവരുടെ ദൈവത്തെ വിളിച്ചു തീയിറക്കാൻ. എന്നാൽ അവരുടെ ദൈവം തീയിറക്കിയില്ല. കാരണം അവരുടെ ദൈവം ദൈവമല്ല. ആ ശക്തികൾക്ക്, ആ ഭൂതങ്ങൾക്ക്, പിശാചിന് മനുഷ്യന്റെ ആവശ്യങ്ങളെ നിവർത്തിക്കാൻ കഴിയില്ല. ജീവിക്കുന്ന ഒരേ ഒരു ദൈവമുണ്ട്, അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് ഇന്നും യഥാവാനായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം മരടും. മഹത്തായതും അഗോചരമായതും ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന് യിരെമ്യാവിനോട് പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാഹത്തോടെ, വേദനയോടെ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നു കിടക്കുന്നത് കാണാൻ നിന്റെ കണ്ണ് തുറക്കാൻ പോകുക അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് വേണ്ടി ഒരു ഉറക്കപ്പെടൽ ആവണമോ? അത് ശിംശോന് വേണ്ടി തുറന്നതുപോലെ ഒരു കുഴി ഇപ്പോൾ അവൻ തുറക്കുകയാണ്. ഇപ്പോൾ അത് പെട്ടെന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പറയുന്ന പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട്, സഡൻ ആയിട്ട് എന്റെ ദൈവം അത് ചെയ്യാൻ മതിയായവന്. അതുകൊണ്ട് രാവിലെ ഞാൻ എന്റെ വാക്കുകളെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഹല്ലേലൂയ. ആദ്യനായ, അന്ത്യനായ, അൽഫയായ, ഒമേഗയായ, സൃഷ്ടാവായ ദൈവം പറയുക, അവൻ ദാഹിക്കുന്നുണ്ടോ? അവൻ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ പോവുക, ഒരു ഉറവ തുറക്കാൻ പോവുക. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിടത്ത് എല്ലാം അസ്തമിച്ചു, ഇനിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന്റെ ഒരു തുറക്കപ്പെടൽ, ദൈവത്തിന്റെ ഒരു ഓപ്പണിംഗ്, ദൈവത്തിന്റെ ഒരു വിശാലമായ വാതിലിന്റെ തുറക്കപ്പെടൽ ഇതാ നിന്റെ അടുക്കലേക്ക് എത്തുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർ ഇന്ന് രാവിലെ ആമേൻ അതിന് പറയാനിടയാകും? ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ
വൈകുന്നേരത്തെ നമ്മുടെ മീറ്റിംഗിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ, തലകളെ ഉണക്കാം, ദൈവത്തോട് പറയാം, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒരു നീരുറവ തുറക്കുന്ന ഒരു ദൈവം അവിടുന്നാണ്. ഒന്ന്, എനിക്ക് വേണ്ടി ജീവന്റെ ഉറവ തുറന്നു. രണ്ട്, എന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരു ഉറവയെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന കർത്താവ്, നീ എന്നോട് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന്, നാളെയല്ല, ഇന്ന് അവിടുന്ന് തുറക്കുന്നത് എന്റെ കണ്ണ് കാണാൻ, എനിക്ക് കുടിക്കാൻ, എനിക്ക് അനുഭവിപ്പാൻ എന്റെ കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതങ്ങനെ തന്നെ സംഭവിക്കുക. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.